അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം വിട്ടു നൽകിയതിൽ അപാകത ചൂണ്ടിക്കാണിച്ച ബന്ധുക്കൾ മൃതദേഹാവശിഷ്ടങ്ങൾ സൂക്ഷിച്ച ബാഗ് മാറിയാണ് തങ്ങൾക്ക് തന്നതെന്നാണ് ബന്ധുക്കളുടെ പരാതി. അതേസമയം വിമാന ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. രാജ്കോട്ടിലായിരിക്കും സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, മുൻ മുഖ്യമന്ത്രിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം മറ്റു പരാതികളും ഉയരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? മുഖ്യമന്ത്രിയുടെ മൃതദേഹത്തിന്റെ DNA മാച്ച് ഇന്ന് മുൻ മുഖ്യമന്ത്രിയുടെ DNA മാച്ച് വിജയ് രൂപാണിയുടെ ഇന്ന് 11 മണിയോടെയാണ് DNA മാച്ച് ലഭിച്ചത്. അത് തുടർന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വസതിയിലെത്തി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. പിന്നീട് ആരോഗ്യമന്ത്രി ഇവിടെ നേരിട്ടെത്തി ഇക്കാര്യം പത്രസമ്മേളനത്തിൽ വിശദമാക്കുകയും ചെയ്തു. ഇത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചാറ്റേഡായ 310 ശരീരഭാഗങ്ങളാണുള്ളത്. അതൊക്കെ പല ഭാഗങ്ങളും ശരീരഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിട്ടുകൊട്ട മൃതദേഹത്തിലാണ് 2 തലയുടെ ഭാഗങ്ങൾ ഉണ്ടായത്. ഈ ബാഗിൽ 2 തലയുടെ ഭാഗങ്ങൾ ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. തുടർന്ന് തിരിച്ച ബോഡി ആശുപത്രിയിൽ തന്നെ തിരിച്ചെത്തിക്കുകയും വീണ്ടും DNA ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും തങ്ങൾക്ക് ലഭിക്കണമെന്ന ബന്ധുക്കളുടെ ആവശ്യം ആശുപത്രി അധികൃതർ നിരാകരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ DNA ടെസ്റ്റും നടത്തുന്നതിനുള്ള കാലതാമസമാണ്. 72 മണിക്കൂറാണ് ഇപ്പോൾ കാലതാമസം സാധാരണയുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നീണ്ടുപോകുന്ന കാര്യത്തിൽ എല്ലാ ശരീരാവസ്ഥകളും DNA പരിശോധന നടത്താൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ആശുപത്രി അധികൃതർ. ഇത് ബന്ധുക്കളിൽ ഇത് വളരെ കൂടുതൽ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്തൊക്കെയായാലും DNA ടെസ്റ്റ് കൂടുതൽ നടത്തി സാവധാനം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക എന്ന നിലപാടിലേക്കല്ല സർക്കാർ ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങൾ തീരുമാനമെത്തി ബന്ധുക്കൾക്ക് ശരീരഭാഗങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ ഋഷികേശ് പാട്ടീൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും മൃതദേഹങ്ങൾ വിട്ടുകൊട്ടുന്നത് തുടരുകയാണ്. ബന്ധുക്കൾ മൃതദേഹങ്ങൾ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ബാഗ് അത് കഴിഞ്ഞ് അത് ശവപ്പെട്ടിയിൽ അടക്കിയ രീതിയിലാണ് മൃതദേഹങ്ങൾ നൽകുന്നത്. അത് തിരിച്ച് മുഴുവൻ മൃതദേഹങ്ങൾ ഇല്ല എന്നുള്ള പരാതിയാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്ന് എന്നൊരു നിലപാടിലാണ് ആശുപത്രി അധികൃതർ. അതുപോലെ തന്നെ ഈ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രഞ്ജിതയുടെ മൃതദേഹം DNA ടെസ്റ്റിന് ബന്ധു കൊടുത്തത് അത് സഹോദരൻ DNA സാമ്പിൾ കൊടുത്തത് ഇന്നലെയാണ്. 72 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകൂ എന്നാണ് അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ നാളത്തോടുകൂടി DNA പരിശോധന ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രഞ്ജിതയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ സഹോദരനും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ഉണ്ണികൃഷ്ണനും ഇവിടെ തന്നെ തങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് രഞ്ജിതയുടെ ഭൗതിക ശരീരം ലഭിക്കുക അല്ലെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ അത് നാട്ടിലെത്തിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാനുള്ളൂ. എയർ ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ നമ്മളോട് പറയുന്നത്. ഏതായാലും നാളെ 72 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ടെസ്റ്റിനെ സംബന്ധിച്ച് DNA ടെസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള മാച്ചിങ് ലഭിക്കുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നാളത്തോടുകൂടി ഈ DNA മാച്ചിൽ ഫലം ലഭിക്കുമെന്നാണ് രഞ്ജിതയുടെ സഹോദരൻ പറയുന്നത്.